ഹലോ എവരിവൺ. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പ്രവാസികളാണ്, അഥവാ ഗൾഫ് രാജ്യങ്ങളിൽ പല തൊഴിലുകളായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അവരുടെ മക്കൾക്ക് ഇന്ത്യയിലുള്ള പല പ്രീമിയർ സ്ഥാപനങ്ങളിലും വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പല ആളുകളും ഇതിനൊന്നും അപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം NIT കാലിക്കറ്റിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. അതായത് ദാസ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫിലുള്ള ആളുകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ദാസ സ്കീം എന്ന് പറയുന്നത്. ആ സ്കീമിൽ വരുന്ന 70-ലധികം സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലോട്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എന്ന് വെച്ചാൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും സീറ്റുകൾ, റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലോട്ടുള്ള അപ്ലിക്കേഷൻ വരാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ല, അല്ലെങ്കിൽ ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കുറിച്ചൊരു ധാരണ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ മലയാളികളിൽ പെട്ട ഇഷ്ടംപോലെ പ്രവാസികളുണ്ട്, അവരുടെ മക്കൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയുള്ള കാലത്തെങ്കിലും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ദാസ സ്കീം എന്നുള്ളതും ആ സ്കീമിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാം, എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൽ എത്ര % സീറ്റുകളാണ് അവർക്ക് റിസർവ്ഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ദാസ സ്കീം എന്നുള്ളത്. സോ ദാസ സ്കീം എന്ന് പറയുന്നത് നമ്മളതിനെ DASA എന്നാണ് അതിനെ എഴുതുന്നത്. ഓക്കെ, DASA. ഓക്കെ, ദാസ എന്നുള്ളത് ഒരു ഷോർട്ട് ഫോം ആണ്. അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ് എന്നുള്ളതാണ്. അപ്പോൾ അബ്രോഡുള്ള സ്റ്റുഡൻസിന് ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അഥവാ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ദാസ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാറ്റഗറീസ് ആരൊക്കെയാണ് അത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിലൊരു 4 കാറ്റഗറീസ് ആണ് അതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ നാഷണൽസ് എന്ന് പറയും. നമുക്ക് ജസ്റ്റ് FN എന്ന് കൊടുക്കാം. ഓക്കെ, ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾ. മറ്റൊന്ന് NRIs ആണ്, നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് എന്ന് പറയുന്ന NRIs ആണ് മറ്റൊന്ന്. അടുത്തൊരു കാറ്റഗറി OCI എന്ന് നമ്മൾ പറയും, അല്ലെ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. അടുത്തൊരു കാറ്റഗറി PIO, ഓക്കെ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഈ ഒരു 4 കാറ്റഗറീസ് ആണ് ആക്ച്വലി ദാസ സ്കീമിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് പരിഗണിക്കുന്ന ആളുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൽ പല ആളുകളുടെയും, പ്രവാസികളായുള്ള പല ആളുകളും ഇതിൽ പെടുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഈ കാറ്റഗറിയിൽ പെട്ടു എന്ന് വിചാരിക്കുക, ദാസ സ്കീമിന് നിങ്ങൾ എന്താണ്, എലിജിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ് ദാസ സ്കീം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക? നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NITs എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ NITs എന്ന് നമ്മൾ പറയും. NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പെടുന്ന ആളുകളാണ് NITs. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാസ സ്കീം വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാറ്റഗറിയാണ് IIITs എന്ന് പറയും. ഓക്കെ, IIIT, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന IIITs മറ്റൊരു കാറ്റഗറിയാണ്. പിന്നെ സ്കൂൾസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന SP എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, SPS, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. ഇതുപോലെ ഇനിയും വേറെയും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലോട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദാസ സ്കീം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ വേറെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്കീം വഴി ഇവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഇനി എത്ര % സീറ്റുകളാണ് അവിടെ റിസർവ്ഡ് ആയിട്ടുള്ളത്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു 15%, 15% സൂപ്പർ ന്യൂമറി സീറ്റുകളായിക്കൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട്, ദാസ സ്കീമിന് വേണ്ടിയിട്ട് സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എത്ര സീറ്റുകളുണ്ടോ അതിൻ്റെ 15% സൂപ്പർ ന്യൂമറി ആയിട്ടാണ് അവിടെ റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ, ഇത് വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നോക്കുകയാണെങ്കിൽ നിയർലി 4500 സീറ്റുകൾ ഇവർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്, അല്ലേ? 4500ഓളം സീറ്റുകൾ എന്താണ്, ദാസ സ്കീമിന് വേണ്ടി മാത്രം റിസർവ്ഡ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു ഇതിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 15%ൻ്റെ 1/3, ഓക്കെ, 15%ൻ്റെ 1/3 ഇതിൽ തന്നെ പെടുന്ന മറ്റൊരു കാറ്റഗറിക്ക്, നമ്മൾ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. അതിന് നമ്മൾ CIWG എന്ന് പറയും. ഓക്കെ, ചിൽഡ്രൻ ഓഫ് വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ്. ഓക്കെ, ചിൽഡ്രൻ ഓഫ് വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന, അവിടെ ഗൾഫ് കൺട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ കൺട്രീസ് ആണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ അതിന് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന കൺട്രീസ്, ഒന്ന് UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വരുന്ന ആളുകൾക്ക് പറ്റും. ബഹ്റൈൻ, ഇറാഖ്, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ ആൻഡ് സൗദി അറേബ്യ. ഇത്രയും കൺട്രീസിലാണ് ആ ഒരു CIWG എന്ന് പറയുന്ന സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി 15% സീറ്റുകൾ റിസർവ്ഡ് ആണ്. അതിൻ്റെ 1/3,
ആ 15% 1/3 എന്ന് വെച്ചാൽ അവിടെ ഒരു 30 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 സീറ്റ്, 300 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 100 സീറ്റുകൾ ആർക്ക് റിസർവ്ഡ് ആണ്? CIWG എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. ആ കാറ്റഗറി വരുന്ന കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ പെടുന്ന പല ആളുകളും, പ്രവാസികളുള്ള പല ആളുകളും അധികം ഈ കൺട്രീസിൽ, ഞാനിപ്പോൾ പറഞ്ഞ ഗൾഫ് കൺട്രീസിൽ വരാൻ ചാൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ എന്തായിരിക്കും ഇതിന് എലിജിബിൾ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പോയിന്റും കൂടെ എന്താ വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ദാസ സ്കീമിൽ വരുന്ന ആളുകൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറച്ച് ഫീ ഹൈ ആണെന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, CIWG കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്രയാണോ ഫീ കൊടുക്കുന്നത് അതേ ഫീ തന്നെ നിങ്ങൾക്ക് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിലോട്ടുള്ള എൻട്രൻസ് കിട്ടുന്നു, മാത്രമല്ല അതേ ഫീ തന്നെ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ബാക്കി വരുന്ന ഈ 1/3 കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സീറ്റുകളൊക്കെ നമ്മുടെ സാർക്ക് ആൻഡ് നോൺ സാർക്ക് കൺട്രീസിൽ വരുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാക്കി സീറ്റുകൾ പോകുന്നത്. അപ്പോൾ 5% അല്ലെങ്കിൽ ആ ടോട്ടൽ സീറ്റിൻ്റെ 5% ഒരു കാറ്റഗറിക്ക് പോകുന്നു, അല്ലെങ്കിൽ 1/3 ഒരു കാറ്റഗറിക്ക് പോകുന്നു, ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി ആളുകൾക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി? ഇപ്പോൾ നമ്മൾ ബേസിക് ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞു അല്ലേ, നമ്മൾ എവിടെയുള്ള ആളുകളായിരിക്കണം, ഏത് കാറ്റഗറി ആയിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യില്ല, അഡ്മിഷൻ കിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള 1-2 ക്രൈറ്റീരിയാസും കൂടെ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒരു 2 years എങ്കിലും അബ്രോഡ് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഒരു +1 +2 എങ്കിലും, മിനിമം എന്ന് പറയുമ്പോൾ അതാണല്ലോ ലാസ്റ്റ് വരുന്ന 2 years. അപ്പോൾ ആ ഒരു 2 years എങ്കിലും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ അബ്രോഡ് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കളൊക്കെ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും പഠിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അവർക്കൊരു വാലിഡ് JEE സ്കോർ വേണം. ഓക്കെ, വാലിഡ് JEE സ്കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ JEE അഡ്വാൻസ് എഴുതണമെന്നോ അല്ലെങ്കിൽ JEE അഡ്വാൻസിലോട്ട് പോകണമെന്നോ അതൊന്നും പറയുന്നില്ല. JEE ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, അതിന് ജസ്റ്റ് വാലിഡ് സ്കോർ ഉണ്ടായാൽ മതി. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, ഒരു ഹൈസ്കൂൾ മുതൽ തന്നെ കുറച്ചും കൂടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് +2 കഴിയുമ്പോൾ തന്നെ വേറെ റിപ്പീറ്റ് ചെയ്യാതെ, വേറെ അഡീഷണൽ കോച്ചിങ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വാലിഡ് JEE സ്കോർ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ദാസ സ്കീമിൽ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെയുള്ളവരാണ്. അവരൊരു 8th 9th 10th മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് രീതിയിലൊന്ന് അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്നു, കുറച്ചും കൂടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വരുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, +1 +2 കഴിയുമ്പോൾ ഈ ഒരു JEEയിൽ വാലിഡ് സ്കോർ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, +1 +2 അവിടെ പഠിച്ചിട്ടുണ്ടാവണം, അതായത് മിനിമം 2 years എങ്കിലും അവിടെ പഠിച്ചിട്ടുണ്ടാവണം, വാലിഡ് ആയിട്ടുള്ള JEE സ്കോർ ഉണ്ടാവണം എന്നുള്ള ഈ 2 ക്രൈറ്റീരിയാസും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാസ സ്കീം വഴി ഇന്ത്യയിലെ ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൽ ഏതൊക്കെ വരുന്ന ആളുകളുണ്ട്, അവർ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, എത്ര % സീറ്റുകളുണ്ട്, അതിൽ CIWGക്കാർക്കുള്ള അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണ്, കൂടാതെ അതിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയാസ്, അതായത് ഇത് നിങ്ങൾ എക്സാം ഏതാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ JEE എക്സാമിന് നിങ്ങളൊരു രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണിത്. അതിൽ വലിയ ഹൈ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JEE ഈ ഒരു ജസ്റ്റ് വാലിഡ് സ്കോർ ഉണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് NIT കാലിക്കറ്റിൻ്റെ സിറ്റുവേഷനാണ് പറഞ്ഞത്. NIT കാലിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് NITസിൽ പെടുന്നൊരു NIT ആണ്. അവിടെ അറൗണ്ട് 70+ സീറ്റുകൾ ദാസ സ്കീമിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ബാക്കി വരുന്ന അതിൻ്റെ താഴോട്ടൊക്കെ വരുന്ന ഇഷ്ടംപോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടേക്ക് അതിൽ കൂടുതൽ സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരൊറ്റ കാരണമാണ് നമുക്കതിനെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, ഇങ്ങനൊരു എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലൂടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ഒരു ബോധമില്ലാത്തതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ കാരണം. അപ്പോൾ ആ സീറ്റുകളിൽ വേറെ ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കാനും പറ്റില്ല, ഇവർക്ക് വേണ്ടി മാത്രം റിസർവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണ് അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, അവർക്ക് ഇനി +1 +2 കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി നിങ്ങളുടെ റിലേറ്റീവ്സ്, കസിൻസ്, ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുറത്ത് പഠിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായിട്ട് എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ മിസ്സാവുന്നത്. ഇത്തരത്തിൽ വളരെ വലിയ സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കി കളയരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇതിവേണ്ട പ്രിപ്പറേഷൻസ് നടത്തുക. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഡ്മിഷൻ എടുക്കാൻ പറ്റും. CIWG കാറ്റഗറി ആണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിന്, നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അതേ ഫീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് ഇനിയുണ്ട്. അത് ഗൾഫിലുള്ള ആളുകൾക്കും നാട്ടിലുള്ള ആളുകൾക്കും ഒക്കെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത വർഷങ്ങളിലെങ്കിലും ഇതുപോലത്തെ സീറ്റുകൾ വാക്കൻ്റായി കിടക്കരുത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ അവസരം കിട്ടണം. ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്താണ്, അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്